ഇത് നമ്മൾ SKSF പുതുക്കോട് യൂണിറ്റിൻ്റെ സഹചാരി സെൻറ്ററിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള എയർബഡാണ്. അപ്പം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടതെന്ന് നമ്മളിനി കാണിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മളിത് ഓർഡർ ചെയ്തത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു 1731 രൂപയാണ് ഇതിന് ടോട്ടൽ റേറ്റ് ആയിട്ടുള്ളത്. അപ്പം ഇത് നമ്മൾ അൺബോക്സ് ചെയ്യുമ്പം ഇതേപോലത്തെ ഒരു എയർ പമ്പ് നമുക്കിതിൽ കൂടെ ഉണ്ടാവും. നമ്മളിത് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതേപോലത്തെ ഈ രണ്ട് പൈപ്പ് ഉണ്ടാവും. ആ പൈപ്പ് ഈ സൈഡിൽ ഉള്ള ഈ സംഗതിയിലേക്ക് നമ്മളൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് പമ്പ് എയർ കയറാനുള്ളതും ഒന്ന് എയർ പോകാനുള്ളതാണ്. എന്നിട്ട് അതിൽ ഒരു പ്ലഗ് ഉണ്ടാവും, അത് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിൽ നമുക്ക് ഒരു പവർ ബട്ടൺ ഉണ്ടാവും. ആ പവർ ബട്ടൺ ഓൺ ചെയ്യാം. ഇനി അതിൽ നമുക്ക് ഒരു റെഗുലേറ്റർ കാണാം. ആ റെഗുലേറ്റർ നമുക്ക് ഒന്ന് മാക്സിമം എന്നുള്ളതിലേക്ക് നമ്മൾ ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, എയർ കയറും. ഇനി ആ മെഷീൻ വെക്കാനുള്ള ഒരു സെറ്റിങ്സും ഉണ്ട്. അത് നമുക്ക് അതിൻ്റെ പുറകിൽ ഒരു ക്ലിപ്പ് കാണാം. അത് നമുക്ക് സൈഡിൽ കട്ടലിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം, വെച്ച് കൊടുക്കാം. അപ്പം പതുക്കെ നമ്മൾ ഇതിൽ എയർ കയറുള്ളൂ. കുറച്ച് ടൈം എടുക്കും. ഇങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യേണ്ടത്. നമ്മളിത് ഒന്ന് എയർ കയറാനുള്ളതും ഒന്ന് എയർ പോകാനുള്ളതാണെന്ന് പറഞ്ഞല്ലോ. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എയർ ഒന്നായിട്ട് കയറി നമ്മൾ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംവിധാനം ചെയ്തതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് എയർ കയറുന്നത് ഓരോ ലെയറായിട്ടാണ് കയറുന്നുള്ളൂ. പതുക്കെ കയറുക. പിന്നെ നമ്മളിത് ഉപയോഗിക്കുന്ന സമയം ഫുള്ളായിട്ട് നമ്മളിതിങ്ങനെ പ്ലഗ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇത് നമ്മളിത് കണക്ഷൻ മാറ്റാൻ കഴിയില്ല. കണക്ഷൻ മാറ്റിക്കഴിഞ്ഞാൽ ഇതിൽ എയർ കയറൽ നിൽക്കും. പിന്നെ കിടക്കുകയാണെങ്കിൽ പിന്നെ എയർ പോവുകയും ചെയ്യും. അപ്പം ഇത് ഫുൾ ടൈം എന്തായിരിക്കണം, ഇത് കണക്റ്റ് ആയിട്ടായിരിക്കണം നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതാണ് എയർ ഫുള്ളായി കംപ്ലീറ്റ് ആയതിൻ്റെ ഒരു രൂപം. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുന്ന രൂപമാണ്. ഇപ്പോൾ ഇത് ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ പ്ലഗും കാര്യങ്ങളും കണക്ട് ചെയ്തുകൊണ്ട് ആ അവസ്ഥയിലാണ് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് നമ്മൾ വാങ്ങുമ്പോൾ തന്നെ ഇതേപോലെ ഒരു ഇതിൻ്റെ 2 പീസും അതേപോലെ ഗമ്മും കൂടെ കിട്ടും. ഇത് നമുക്കിതിൽ എന്തെങ്കിലും ഹോൾ എന്തെങ്കിലും വീഴുകയാണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാനുള്ളതാണ്. ഒരു പീസ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഗമ്മ് ഉപയോഗിച്ചിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ളതാണിത്.